എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ചു. അപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങളും തേർഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഫീ പേയ്മെൻറ്റ് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നടത്തിയ സമയത്ത് ചില കോളേജിൽ അധികമായിട്ട് സീറ്റ് തെറ്റായിട്ട് ഉണ്ടാവുകയും അതായത് ആ ഒരു അധികമായിട്ട് സീറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ വാക്കൻസി ആ ഒരു രീതിയിൽ കരുതുകയും അതിനുശേഷം അതിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുകയും ചെയ്തത് കൊണ്ട് തന്നെ അതായത് തെറ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് അലോട്ട്മെൻറ്റ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അധികമായിട്ട് വന്നുള്ള സീറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു LBS വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ട് അതായത് പുതുതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ അതായത് ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ള രീതിയിൽ എത്രാമത്തെ നമ്പറാണ് കൊടുത്തത് ആ ഒരു അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പുനഃപ്രസിദ്ധീകരിച്ച അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിക്കുകയോ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദ്യം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ MLTക്കാണ് കിട്ടിയത്, പിന്നീട് BSc നഴ്സിംഗിന് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന സമയത്ത് ഏകദേശം ഒരു 3000ഓളം രൂപ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ രീതിയിൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് പേജിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ മോഡായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ പോകുക. അതുപോലെ എത്ര രൂപയാണ് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് കാണിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ ചലാൻ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചലാനിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് അവിടെ ബാലൻസ് ഫീസ് എന്നുള്ള രീതിയിൽ കാണാം. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ളത് ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് കാണുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഫീസ് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീസ് മുൻപ് അടച്ച വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ അധികമായിട്ട് ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് അടച്ചാൽ മതി. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് നേരത്തെ 5 കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോളേജ് വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഈ ആ ഒരു കോളേജ് വീണ്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു 5 കോളേജ് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ആ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു 5 കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഔട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുനഃപ്രസിദ്ധീകരിച്ച അലോട്ട്മെൻറ്റ് പ്രകാരം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫ്രീസ്ഡ് എന്നോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതും അതിനുശേഷം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതും ആണ്. അതുവഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടച്ച ഫീസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. നിലവിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ വൈകുന്നേരം ഈ ഒരു 5 മണി വരെയാണ്, അതായത് സെപ്റ്റംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള വിദ്യാർത്ഥികൾക്കും ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യലോ അല്ലെങ്കിൽ
പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ, അതുപോലെ തന്നെ ഈ ഒരു LBSൻ്റെ ആ ഒരു ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിവൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രസ് റിലീസ് എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക, അതായത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റൊന്നും അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ടും നിങ്ങൾക്കിവിടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റായിട്ട് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള രജിസ്റ്റർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വല്ല ബാലൻസ് ഫീസ് ഉണ്ടോ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിക്കുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സെയിം ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ, അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം അലോട്ട്മെൻറ്റ് നമ്പർ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അടക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റീ അറേഞ്ച് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു, അതായത് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഓപ്ഷൻസും അവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു, അതായത് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും അതിനുശേഷം പിന്നീട് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. 1ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതല്ല, പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്ന കോളേജായിരുന്നു, എന്നാൽ അതായത് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കോളേജായിരുന്നു. നിലവിൽ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഞാൻ നൽകിയതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഓപ്ഷൻ്റെ ആ ഒരു ബോക്സ് ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് കാണാൻ സാധിക്കും, അതായത് അവിടെ നമ്പർ ഇല്ലാത്തത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ള, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ്, നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിലുള്ള ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി, അതായത് ഏകദേശം 75 കോളേജ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് 75 കോളേജ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനും പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു 5 കോളേജുമാണ് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാനായിട്ട് പറ്റുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഈ ഒരു 5 കോളേജ് പുതുതായിട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള 4 ഓപ്ഷനുകളും അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് കൂടിയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ പുതുതായിട്ട് ഓപ്ഷൻ നൽകാം എന്നുള്ളത് നോക്കാം. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കോളേജ് നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബാക്കിയുള്ള കോളേജ് കൂടി ഞാനിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ അടുത്ത ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഇതേ രീതിയിൽ നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ നെക്സ്റ്റ് ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ തവണ ആഡ് ചെയ്യുന്ന സമയത്തും ഇത് വീണ്ടും ഈ ഒരു ഫ്രണ്ട്, അതായത് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് ഏതൊക്കെയാണ് വേണ്ടത് അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 78ാമത്തെ ആ ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തത്. ബാക്കിയുള്ളത് 79, അതുപോലെ തന്നെ അടുത്ത കോളേജ് ഞാൻ ജസ്റ്റ് ആ ഒരു ബോക്സിൽ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ബോക്സിൽ എത്രാമത്തെ ഓപ്ഷൻ
നമ്പർ എത്രാമത്തായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ചാണ് ഞാനിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഈ രീതിയിൽ നോക്കുക. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നമ്പറിൽ പ്രത്യേകിച്ച് നമ്പറൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ആ ഒരു കോളേജൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് സേവ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിലും ചെയ്യേണ്ടത്. അതായത് അതിന് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ അതായത് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും സെലക്റ്റഡ് ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് റിമൂവ് ആയതായിട്ട് അത് നിങ്ങൾ റിമൂവ് ചെയ്ത കോളേജ് പോയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് നിർബന്ധമുള്ള കാര്യമല്ല. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള അതായത് ഈ ഒരു ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കും ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു സെപ്റ്റംബർ 11-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അതായത് ആ ഒരു പുതുതായിട്ട് ആഡ് ചെയ്ത കോളേജുകൾ ഇവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.